ഈ കഴിഞ്ഞ ദിവസം PSC 30-ലധികം ട്രേഡുകളിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ മികച്ച അവസരങ്ങളാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിനായിട്ട് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ, വയർമാൻ, ഇലക്ട്രീഷ്യൻ മുതലായ തസ്തികയും അതുപോലെ PSC കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്ന വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ, ട്രേഡ്സ്മാൻ, ഇലക്ട്രിക്കൽ മുതലായ അവസരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റും ഒരു 1080 എക്സാം കാലണ്ടർ PSC കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് നമുക്ക് നമ്മുടെ വീഡിയോയുടെ അവസാനം നോക്കാം. നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. കാറ്റഗറി നമ്പർ 672/2023 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മളോട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയാവുന്നത്. ഇപ്പോൾ PSC തന്നെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് SSLCയും അതുപോലെ ITയുമാണ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ റെലവൻറ്റ് ട്രേഡ്, അതായത് ഇലക്ട്രീഷ്യനുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ ഡിപ്ലോമ, നിങ്ങൾക്ക് ഡിപ്ലോമ റെലവൻറ്റ് ട്രേഡിൽ ഇലക്ട്രിക്കൽ ട്രേഡിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ആവുന്നതാണ്. ഇനി PSC എന്നിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ITA ഓർ ITC ഇലക്ട്രീഷ്യൻ ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പം അത് ഇക്വലൻ്റ് ആണ്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഇക്വലൻ്റ് ആണ് ITA അല്ലെങ്കിൽ ITC എന്ന് പറയുന്നത്. അതുപോലെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BTech പവർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ സിസ്റ്റംസ്, MTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, MTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, MTech പവർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ സിസ്റ്റം. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനെ കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സാം നടത്തിയപ്പം ലിസ്റ്റിലോട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് PSC എന്നിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ പറയുന്ന യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണീയത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടീച്ചിങ് പ്രൊഫഷനാണ്. ഇപ്പോൾ ITA ഡിപ്ലോമ അല്ലെങ്കിൽ BTech കഴിഞ്ഞിട്ട് ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാവുന്ന ഒരു മികച്ച അവസരമാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെത്. അതുകൊണ്ട് ആരും ഈ അവസരം പാഴാക്കരുത്. ഓക്കെ, ഇനി ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഈ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ നമുക്ക് നോക്കാം. 37,400 മുതൽ 79,000 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് 19 മുതൽ 44 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ, ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/1/2024 അപ്പോൾ ഈ മാസം 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ലഭ്യമാണ്. അപ്പോൾ എത്ര വേഗം തന്നെ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ തസ്തികയുടെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കാം. ഇതിലൂടെ നമുക്ക് ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2016 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2019. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ അഡ്വൈസ് ആണ്, നമ്പർ ഓഫ് അഡ്വൈസ് ആണ്. 90 അഡ്വൈസ് ആണ് ടോട്ടൽ ഈ പോസ്റ്റിലോട്ട് പോയിട്ടുള്ളത്. ഒരു ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ച് കിട്ടാവുന്ന മികച്ച ഒരു നമ്പർ ഓഫ് അഡ്വൈസ് തന്നെയാണ് ഈ 90 എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും എക്സാം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിന് ഏകദേശം നമുക്ക് ഇത്രത്തോളം തന്നെ അഡ്വൈസ് പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെ. സോ നിങ്ങൾ ഈ അവസരം ഒരു കാരണവശാലും പാഴാക്കാൻ പാടില്ല. അപ്പം ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 62 മാർക്കായിരുന്നു അതിൻ്റെ കട്ട് ഓഫ് വന്നത്. അതുപോലെ മാക്സിമം മാർക്ക് 83.67 ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ടെസ്റ്റിനെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ ഉള്ളൊരു പോസ്റ്റാണ്. ഇത് ടെസ്റ്റിന് കിട്ടിയ മാർക്കാണ്. പിന്നെ ഇൻ്റർവ്യൂവിന് കിട്ടിയ മാർക്കോട് ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരുന്നത്. അതാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 673/2023 പ്രകാരമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ വയർമാൻ ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ ഡിപ്ലോമ, റെലവൻ്റ് ആയിട്ടുള്ള ട്രേഡിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അത് ഏതൊക്കെയാണ് നമുക്കിപ്പോൾ നോക്കാം. PSC നിൽക്കുന്ന ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നോക്കാം. NTC വയർമാൻ ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ITA ഓർ ITC ഇലക്ട്രീഷ്യൻ, അതുപോലെ ITA ഓർ ITC വയർമാൻ, NAC നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ. പിന്നെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന മറ്റ് ക്വാളിഫിക്കേഷൻസ് ആണ് BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BTech പവർ ഇലക്ട്രോണിക്സ്, MTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, MTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, MTech പവർ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം, ഈ ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് പരിഗണിച്ചിരുന്നു. സോ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബാക്കി സ്കെയിൽ ഓഫ് പേ അതുപോലെ ഏജ് ലിമിറ്റ് ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞ ഇലക്ട്രീഷ്യന് സെയിം തന്നെയാണ്. ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽ നോക്കാം. 43 അഡ്വൈസ് ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ ലാസ്റ്റ് പോയിട്ടുള്ളത്. ഇതും വളരെ നല്ലൊരു നമ്പർ ഓഫ് അഡ്വൈസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന ഈ അവസരം, ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഈ അവസരം വളരെ വലിയൊരു അവസരം. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കലുകാർക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമുകളും അതിൻ്റെ ഡേറ്റും നമുക്ക് നോക്കാം. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ എക്സാംസ് ആണ് ഇലക്ട്രീഷ്യൻ.
4 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കേരള പോലീസ്, അനിമൽ ഹസ്ബൻഡറി, ഹാർബർ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വരുന്നത്. അതുപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലുകാർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ല എഴുതാൻ പറ്റുന്ന എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ കലണ്ടർ കഴിഞ്ഞ ദിവസം BSc പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇലക്ട്രീഷ്യൻ്റെ എക്സാം ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലായിട്ടാണ് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കുള്ള എക്സാം നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും ഏറ്റവും അടുത്ത് വരുന്ന ഒരു ഡേറ്റ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഏപ്രിൽ മാസം തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങളുടെ എക്സാം ഏപ്രിൽ വരുന്നു എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു 4 മാസം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യാൻ BSc ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം 8 മാസത്തോളമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസ് കവർ ചെയ്ത് മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കിയുള്ള ഒരു പഠനമായിരിക്കും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തിക്കുക. സോ ഏണസ്റ്റ് അക്കാദമി ഈ പറഞ്ഞ ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് അടുത്ത വീക്ക് മുതൽ നമ്മൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഏണസ്റ്റ് അക്കാദമിയുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതുപോലെ ടെസ്റ്റുകൾ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങളുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കി ആ ഒരു ഏരിയാസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് മെൻറ്റർഷിപ്പ്. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകാനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. പിന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചറാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മെൻറ്ററിനോട് തന്നെ ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ധാരാളം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ കറൻ്റ്ലി ഉള്ള നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാനും പിന്നീട് നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ ഈ പോസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുമായി കമൻറ്റ് ബോക്സിൽ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ കുറച്ച് നാളുകൾ മാത്രമേ ഇനി നിങ്ങൾക്ക് മുന്നിലുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയുള്ള ഒരു പഠനം തന്നെയാണ്. അപ്പോൾ ഏവരും പഠിച്ചു തുടങ്ങാത്ത എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ.